എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നഷ്ടപ്പെട്ട ഇന്ദ്രപദവി തിരിച്ചു നേടിക്കൊടുത്ത മഹാലക്ഷ്മി അഷ്ടകം. വിഷ്ണു പുരാണത്തിൽ പരാശര മുനി മൈത്രേയ മുനിയിടം ചൊല്ലിയ മഹാലക്ഷ്മി തിരു അവതാര ചരിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കഥ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഒരു ദിവസം രുദ്രൻ്റെ അംശമാണ് ദുർവാസ മഹാമുനി കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു സ്ത്രീ നല്ല മണമുള്ള ഒരു പൂമാലയെ കയ്യിൽ വച്ചിരിക്കുന്നത് ദുർവാസ മുനി കണ്ടു. പിന്നെ ദുർവാസ മുനി ആ സ്ത്രീയിடம் ഈ പൂമാല എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ആ സ്ത്രീയുടെ പേര് വിദ്യാധര മങ്ങയാണ്. അപ്പോൾ വിദ്യാധര മങ്ങി ആ മാല ദുർവാസ മുനിക്ക് കൊടുത്തു. ദുർവാസ മുനി ആ പൂമാല തലയിൽ ചുറ്റിക്കൊണ്ട് കാട്ടിൽ പ്രയാണം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രൻ തൻ്റെ വാഹനമാണ് ഐരാവതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദുർവാസ മുനി കണ്ടിട്ട് തൻ്റെ തലയിൽ ചുറ്റിയ പൂമാലയെ ഇന്ദ്രൻക്ക് കൊടുത്ത് ദുർവാസ മുനി. അപ്പോൾ ഇന്ദ്രൻ ആ പൂമാലയെ തൻ്റെ വാഹനമാണ് ആണെ ഐരാവതത്തിൻ തന്തത്തിൽ ഇട്ടുകൊടുത്തു. അപ്പോൾ ആ ആണെ ആ പൂമാലയെ എടുത്ത് കാലിലിട്ട് നശിപ്പിച്ചു. ഇത് കണ്ട ദുർവാസ മുനിക്ക് ദേഷ്യം വന്നു. ഇന്ദ്രനെ ശപിച്ചു. എങ്ങനെ ശപിച്ചെന്ന് വെച്ചാൽ, ഇന്ദ്ര, നീ നിൻ്റെ ഐശ്വര്യ അഹങ്കാരം കൊണ്ട് ഞാൻ തന്ന മഹാലക്ഷ്മീൻ വാസസ്ഥലമാണ് പൂമാല നീ നിൻ്റെ കഴുത്തിലിടാതെ നിൻ്റെ വാഹനമാണ് ഐരാവതത്തിനു തന്തത്തിലിട്ട് കൊടുത്തു. അത് എൻ്റെ മാലയെ കാലിലിട്ട് ചവിട്ടി തേച്ച് നശിപ്പിച്ചു. അതുകൊണ്ട് നിൻ്റെ ലോകം മഹാലക്ഷ്മീൻ വാസമൊഴിഞ്ഞ് ദുർദശ വരട്ടേന്ന് പറഞ്ഞു ശപിച്ചു. പിന്നെ ഇന്ദ്രൻ പെട്ടെന്ന് ആണേൻ്റെ പുറത്തിറന്ന് ഇറങ്ങി ദുർവാസ മുനിയുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിച്ചു. ആണെങ്കിലും ദുർവാസ മുനിയുടെ ദേഷ്യം മാറിയില്ല. അപ്പോൾ ദുർവാസ മുനി പറഞ്ഞു, ദേവേന്ദ്ര, കാരുണ്യ ഹൃദയമില്ലാത്തവനാണ് ഞാൻ. എനിക്ക് മാപ്പ് കൊടുക്കുന്ന സ്വഭാവമില്ല. നീ പറയുന്നത് കേൾക്കാൻ വേറെ ഒത്തിരി കുറേ മുനിമാരുണ്ട്. പക്ഷേ ഞാൻ ഗൗതമ മുനി ഒന്നുമല്ല നീ പറയുന്നത് കേൾക്കാൻ. ഞാൻ ദുർവാസ മുനിയാണ്. പിന്നെ വസിഷ്ഠ മുനി പോലത്തെ മുനിമാർ നീ പാടുന്ന പാട്ടൊക്കെ പിൻപാട്ട് പാടിത്തരും. പക്ഷേ ഞാൻ ദുർവാസ മുനിയാണ്. തെറ്റ് ചെയ്തവൻ അത് അനുഭവിച്ചേ ആവണം. പിന്നെ നീ എന്തിനാ നല്ലവനെ പോലെ അഭിനയിച്ച് മാപ്പ് ചോദിക്കുന്നു? നീ നല്ലവനൊന്നുമല്ല, വന്ന വഴി തിരിച്ചു പോന്ന് ദുർവാസ മുനി പറഞ്ഞു. ഇന്ദ്രൻ ദേവലോകത്തേക്ക് തിരിച്ചു ചെന്നപ്പോൾ ദേവലോകം ലക്ഷ്മി കടാക്ഷമറ്റ് ഇരുണ്ട്, മരം, ചെടി, കൊടി എല്ലാം ഉണങ്ങി. ത്രിലോകമും ധർമ്മം ചെയ്യാതെ അധർമ്മം ചെയ്യാൻ തുടങ്ങി. സത്വഗുണമുള്ള സ്ഥലത്തിലാണ് മഹാലക്ഷ്മി അനുഗ്രഹം ചെയ്യുവാൻ. പക്ഷേ ത്രിലോകത്തിലും സത്വഗുണം മാറി രജസ് ആൻഡ് തമസ് ഗുണമായി. പിന്നെ അസുരന്മാർ എല്ലാവർക്കും ശക്തി കൂടി, ദേവന്മാർ എല്ലാവരും ശക്തി കുറഞ്ഞു. അതുകൊണ്ട് അസുരന്മാർ ദേവന്മാരെ പോരിൽ തോൽപ്പിച്ചു. അപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്ത് ശരണാഗതി ചെയ്തു. പക്ഷേ ബ്രഹ്മ പറഞ്ഞു, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പോയി എല്ലാവറ്റിற்கும் കാരണകർത്താവാണ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി ശരണാഗതി ചെയ്യൂ. അവർ നിങ്ങൾക്ക് ക്ഷേമത്തെ തരുമെന്ന് ബ്രഹ്മ പറഞ്ഞു. ഇന്ദ്രനും ദേവന്മാരും മഹാവിഷ്ണുവിൻ്റെ ആദ്യം മുതലേ ഉള്ള പരാക്രമങ്ങളെ പുകഴ്ത്തിപ്പാടി. മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളെ ചൊല്ലി ദേവന്മാർ തൊഴുതു വണങ്ങി. അപ്പോൾ സകല പാപനാശഹരനാണ് മഹാവിഷ്ണു ദേവന്മാർക്ക് പ്രദക്ഷിണമായി. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് മഹാവിഷ്ണു ചോദിച്ചു. അപ്പോൾ ദേവർകൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, അസുരരെടുത്ത് നിങ്ങൾ ഒരു അഗ്രിമെൻറ്റ് പറയണം. നമ്മൾ തിരുപ്പാർക്കടലിൽ പാർകടയിന്ന് അമൃതമെടുത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറയണം. അസുരന്മാരുടെ സഹായത്തോട് നമ്മൾ പാൽ കടയാം. അമൃതം കിട്ടിയതിന് ശേഷം പിന്നത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് മഹാവിഷ്ണു പറയും. ദേവന്മാരും അസുരന്മാരും അഗ്രിമെൻറ്റ് ചെയ്തു. പാർക്കടലിൽ ദേവന്മാർ സകല ഔഷധങ്ങളെയും ഇട്ട് അമൃതം കടയാൻ തുടങ്ങി. അപ്പോൾ മഹാവിഷ്ണു കൂർമ്മ അവതാരമെടുത്ത് മന്ദരമലയിന് അടിയിൽ താങ്ങി പിടിച്ചു. പിന്നെ വാസുകി പാമ്പെ കൈരാഗമാറ്റി അമൃതം കടയാൻ തുടങ്ങി. അസുരരെല്ലാവരും വാസുകിൻ തലഭാഗത്തും ദേവരെല്ലാവരും വാസുകിൻ വാൾഭാഗത്തും പിടിത്ത് അമൃതം എടുക്കാൻ തുടങ്ങി. തലഭാഗത്ത് പിടിച്ച അസുരന്മാർക്ക് പാമ്പിൻ വിഷമൂച്ച് കനലായി മാറി. അസുരന്മാർ ക്ഷീണിച്ചുപോയി. ദേവന്മാർ ഹാപ്പിയായിട്ട് പാർക്കടലെ കടയാൻ തുടങ്ങി. അമൃതം കടയുമ്പോൾ ആദ്യം പുറത്തു വന്നത് സകല ദേവർകളാലും പൂജിക്കത്തക്ക കാമധേനു പുറത്തു വന്നു. അതിനെ കണ്ട ദേവന്മാരും അസുരர்களுം സന്തോഷിച്ചു. പിന്നെ മുനിമാർ പോലും മയങ്ങും അഴകുടയ സകല ലോക മോഹിനിയാണ് വാരുണി ദേവി വന്നാൾ. അവൾക്ക് മയക്കും കണ്ണുകൾ ഉണ്ടായിരുന്നു. പിന്നെയും മന്ത്രമലയാൽ കടഞ്ഞപ്പോൾ ദിവ്യ പരിമള ഗന്ധത്തുടൻ പാരിജാത വൃക്ഷം വന്നത്. പിന്നെ ജഗൻ മോഹന രൂപ ലാവണ്യമുള്ള സുന്ദര അപ്സര സ്ത്രീകൾ പുറത്തു വന്നു. പിന്നെ നല്ല തണുപ്പുള്ള ചന്ദ്രൻ പുറത്തു വന്നു. ആ ചന്ദ്രനെ രുദ്രമൂർത്തി എടുത്ത്. പിന്നെ പാർക്കടലിൽ ഉണ്ടായ ആളകാല വിഷത്തെ ശിവപെരുമാൻ എടുത്തു കഴിച്ചു. പിന്നെ
ഭഗവതവംശமான ധന്വന്തരി ഭഗവാൻ കയ്യിൽ അമൃത കലശത്തോട് പാർക്കടലിരുന്ന് പുറത്തു വന്നാർ. അതിനെ കണ്ട് ദേവர்களுം അസുരர்களுം സന്തോഷിച്ചു. അതിനുശേഷം അത്ഭുതമാகவும் അപൂർവമാகவும் ദിവ്യ പ്രകാശത്തോട് വിരിഞ്ഞ ചെന്താമரை മലരെ ആസനമായി കൊണ്ട് താമரை മലർകളെ തൻ ഇരു തിരുക്കരങ്ങളിൽ തരിത്തുകൊണ്ട് മഹാലക്ഷ്മി തിരുവവതാരം ചെയ്തു. ഇതിനെ കണ്ട് മഹാമുനി എല്ലാവരും സന്തോഷിച്ച് ശ്രീ സൂക്തം പാടി തൊഴുതു വണങ്ങി. അതിനുശേഷം മഹാലക്ഷ്മിക്ക് തിരുമഞ്ജനം ചെയ്തു. തിരുവാഭരണം തിരുമാലി എല്ലാം ചാർത്തി എല്ലാവരും സന്തോഷിച്ചു. ദേവர்களுം മുനിമാരും കണ്ടിരിക്ക മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ തിരുമാർബിൽ എഴുന്തരുളിനാർ. ഇതിനെ കണ്ട് ദേവர்களுം മുനിമാരും സന്തോഷിച്ചു. പക്ഷേ അസുരന്മാർ മഹാവിഷ്ണുവിനടുത്ത് ഭക്തിയില്ലാത്തതിനാൽ മഹാലക്ഷ്മിயின் കടാക്ഷത്തെ ഇഴந்தனர். ഇങ്ങനെ ഇരിക്ക അസുരന്മാർ ധന്വന്തരിயின் കരത്തിലിരുന്ന അമൃത കലശത്തെ തട്ടിപ്പറിച്ചു. അപ്പോൾ ശ്രീമൻ നാരായണനാன മഹാവിഷ്ണു ജഗന്മോഹനകരமான മങ്കി ഉരുമാറി ജഗന്മോഹിനിയായി അസുരന്മാരെ മയക്കി വഞ്ചിത്ത് അമൃതം അസുരർക്ക് കിട്ടാത്തപടി ചെയ്തു. അമൃതത്തെ ദേവന്മാർക്ക് പ്രസാദിത്താർ. ഇങ്ങനെ ഭഗവത് കൃപയിനാൽ കിട്ടിയ അമൃതത്തെ ദേവന്മാർ ഉണ്ട് ശക്തി കൂടി ബലശാലികളായിരുന്ന് ദേവന്മാർ. ഇതിനെ കണ്ട് ദേശിച്ച് അസുരന്മാർ ദേവന്മാരെടുത്ത് പോർ ചെയ്തனர். അമൃതമുണ്ട് ബലം പെട്ട ദേവന്മാർ വിജയിച്ചു. പിന്നെ ദേവന്മാർ അസുരന്മാരെ പാതാളത്തിற்கு ഓട്ടിച്ചു. പിന്നെ ദേവേന്ദ്രനും ദേവന്മാരും മഹാവിഷ്ണുവെ തൊഴുതു വണങ്ങി ദേവലോകം ചെന്നു. അതിനുശേഷം ത്രിലോകം മഹാലക്ഷ്മി കടാക്ഷം പെറ്റു ഐശ്വര്യം വന്നു. ഇങ്ങനെ ഇരിക്ക ദേവേന്ദ്രന് ഇന്ദ്രസ്ഥാനം തിരിച്ചു കിട്ടി. ഇന്ദ്രനും സന്തോഷിച്ചു. മഹാലക്ഷ്മിയെക്കുറിച്ച് പുകഴ്ത്തിപ്പാടി. അതാണ് മഹാലക്ഷ്മി അഷ്ടകം. നമസ്തേസ്തും മഹാമായേ ശ്രീപീഠേ സുരഭൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരേ സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരേ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി മുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തി സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദ്യശക്തി മഹേശ്വരി യോഗജ്ഞ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാഭാവഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതി ജഗന്മാതാ മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മി അഷ്ടകം സ്തോത്രം യപഠേത് ഭക്തിമാൻ നരഃ സർവസിദ്ധി മഹാപ്നോതി രാജ്യം പ്രാപ്നോതി സർവദാ. ആര് ഒരുത്തർ ഈ മഹാലക്ഷ്മി അഷ്ടകത്തിനെ ഭയഭക്തിയുடன் ജപിക്കുന്നോ അവർക്ക് സകലവിധமான സമ്പത്തുകളും കിട്ടി ശ്രീപുരത്തിൽ മഹാലക്ഷ്മിயின் പാദത്തിൽ വസിക്കും. ഏകകാലം പഠേ നിത്യം മഹാപാപ വിനാശനം ദ്വികാലം യപഠേ നിത്യം ധനധാന്യ സമനവിദഃ. ഈ അഷ്ടകത്തെ ഒരു പ്രാവശ്യം ചൊന്നാൽ സകല പാവങ്ങളും നീങ്ങും. ഈ അഷ്ടകത്തെ 2 പ്രാവശ്യം ചൊന്നാൽ സകല ധനങ്ങളും ധാന്യങ്ങളും കിട്ടും. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ നമ്മളുടെ മകരജ്യോതി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. നന്ദി, നമസ്കാരം.